പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ബഹുമാന്യനായ സണ്ണി തോമസ് അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ കേരളത്തിന് പുറത്തും കേരളത്തിലും വിവിധ ഇടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം കുവൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിഷൻ സ്കൂളുകളുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛ നമസ്കാരം. നമസ്കാരം. അച്ഛൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രവേശിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 35 വർഷം. 35 വർഷമായി. 35 വർഷം ടൗൺ പാരിഷ്, അതുപോലെ തന്നെ കുവൈറ്റ്, മറ്റ് ഇടവുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാമജ്യോതി സ്കൂളിൻ്റെ ചുമതല ഉണ്ടായിരുന്നു. ഇതിലേത് മിനിസ്ട്രി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നു? എനിക്ക് എപ്പോഴും ഇഷ്ടം പാരിഷ് മിനിസ്ട്രിയാണ്. ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒത്തിരി പാരിഷസ് ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത പാരിഷ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗ്രാമീണ പാരിഷ്, ചിറ്റാർ കാരിക എന്ന് പറയും, കാരിക ശാല. ഞാനവിടെ 1 വർഷമുള്ളായിരുന്നു. ബട്ട് ദേ ആർ വെരി ലവിങ്. അവരുടെ ഇടപാടുകൾ, സ്നേഹം. അന്ന് കാരികയം പള്ളിയുടെ പണി തുടങ്ങുന്ന സമയമാണ്. പണി തുടങ്ങുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് എല്ലാവരും വലിയ വെൽ ടു ഡു അല്ല. അപ്പോൾ ഞങ്ങൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്, അവധി ദിവസങ്ങളിൽ ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെർമിഷൻ മേടിച്ച് മണൽ വരാൻ പോകും. അന്നങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി പള്ളി 40 ലോഡ് മണൽ വാരി ആ മണലാണ് പള്ളിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ അവരെല്ലാം രാത്രിയിലാണ് അവർ മാനുവൽ ലേബറൊക്കെ ചെയ്യുന്നത്. അവരുടെ ഫ്രീ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഫ്രീ. അങ്ങനെ ആ പള്ളി അതിപ്പോൾ ഞാനത് വളരെയധികം എൻജോയ് ചെയ്ത ഒരാളാണ്. പാരിഷ് അത് എങ്ങായിരുന്നു? കുറച്ചുകൂടെ എങ്ങായിരുന്നു? ദാറ്റ് ഈസ് 96-97. പക്ഷേ ഡൽഹിയിൽ അച്ഛൻ ഇരുന്നാണല്ലോ. ഡൽഹി ജെറുസലേം പള്ളിയിൽ ഇരുന്ന സമയത്ത് അവിടെ വാർത്താ മിഷൻ ഉണ്ടായിരുന്നു. അന്ന് അതെങ്ങനെയായിരുന്നു അച്ഛൻ എൻജോയ് ചെയ്തത്? വാർത്താ മിഷനിൽ ഞങ്ങൾ ഉള്ള സമയത്താണ് ആക്ച്വലി കമ്പാഷൻ ഇന്ത്യയുടെ പ്രോജക്റ്റ്. കമ്പാഷൻ ഇന്ത്യയുടെ അന്ന് 2 ആദ്യം ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. സുനിൽ അച്ഛനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന. സുനിൽ അച്ഛനാണ് പോയി എൻ്റെ സർവേ ഒക്കെ നടത്തി കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്ത്. പിന്നീട് അതിന് വാർത്താ മിഷനിൽ ഞങ്ങൾ അതിനുവേണ്ടി ക്ലാസ് റൂംസ് പണിതു, അവിടെയൊക്കെ ചെയ്തു. വാർത്താ മിഷന് അത് ഈ വാർത്താ മിഷനിലെ ഈ കമ്പാഷൻ ഇന്ത്യയുടെ പ്രോജക്റ്റ് വളരെ നന്നായി നടക്കുന്നൊരു പ്രോജക്റ്റായിരുന്നു. എല്ലാ മാസവും ഞാൻ പോകുമായിരുന്നു. എല്ലാ മാസവും പോയി അവരെ വിസിറ്റ് ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ചെറിയ സ്കൂളുകളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു ആ കാലഘട്ടമൊക്കെ? ആ കാലഘട്ടം നമുക്ക് വാർത്താ മിഷൻ്റെ കമ്പാഷൻ ഇന്ത്യയുടെ പ്രോജക്റ്റിന് എപ്പോഴും കമ്പാഷൻ്റെ സപ്പോർട്ടുണ്ട്. പണം ഉണ്ടായിരുന്നു. അതിന് നമുക്ക് പണത്തിന് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ലാൻഡുകളൊക്കെ നമ്മൾ മേടിച്ചതൊക്കെ ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻസ്. ഓക്കെ. അതിൽ ഡൽഹി ഭദ്രാസനത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു പള്ളിയാണ് ജെറുസലേം പള്ളി. അവിടുത്തെ യുവജനങ്ങളാണ് അത് തുടങ്ങിയത്. യുവജന സഖ്യത്തിൻ്റെ ആണ്. അത് ഒരു ഭയങ്കര കൺസേൺ ആയിരുന്നു അവരുടെ. അന്നത്തെ പി ജോബിൻ്റെ കാലത്ത് വാഹനമില്ലാഞ്ഞിട്ട് പി ജോബിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറ് ഞങ്ങൾക്ക് തന്നു. അത്ര സപ്പോർട്ടായിരുന്നു. ഓക്കെ. അച്ഛൻ ടൗൺ പാരിഷും ചിറ്റാറിലെ കാര്യം പറഞ്ഞല്ലോ. ഈ 2 പാരീഷുകളും ഇപ്പം അർബൻ പാരീഷസും ടൗൺ പാരീഷും തമ്മിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വ്യത്യാസങ്ങളുണ്ടല്ലോ. എങ്ങനെയാണ് അതിനകത്തൊരു വ്യത്യാസം കണ്ടിട്ടുള്ളത്? അർബൻ പാരീഷസിലെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ലോങ് ജേണി ഉണ്ട്. നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡൽഹിയിൽ എല്ലാ ദിവസവും ഞാൻ 11 മണിക്ക് രാവിലെ കയറിയാൽ രാത്രി 11 മണിക്കാണ് തിരിച്ചു വരുന്നത്. അതുപോലെ നമുക്ക് വീടുകളെല്ലാം ഒത്തിരി വൈഡായിട്ട് കിടക്കും. 620ഓളം ഫാമിലി അന്നുണ്ടായിരുന്നു. ട്രാഫിക് ബ്ലോക്ക്. അതിൻ്റെ രാത്രിയാണെങ്കിലും നമ്മൾ പ്രാർത്ഥന കഴിച്ചു വരും. എങ്ങനെയാണെങ്കിലും 11 മണി കഴിയും. ഓക്കെ. മിനിസ്ട്രിയിൽ എങ്ങനെ വരാനായിട്ട് ഇടയായത്? മിനിസ്ട്രിയിൽ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. പക്ഷേ നമ്മുടെ പണ്ട് മാരാമൺ മണൽപ്പുറത്ത് ഈ പിടിപ്പണം വാരിയിട്ട് പ്രതീക്ഷിക്കുന്നതാണ്. അന്നങ്ങനെ പ്രതിഷ്ഠിച്ചാണ്. പക്ഷേ ഞാൻ ഈ മിനിസ്ട്രിയിലേക്ക് വരാനായിട്ട് എനിക്ക് ഒത്തിരി കടമ്പകൾ കിടക്കാനുണ്ടായിരുന്നു. ഞാനൊരു പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു, BTH കഴിഞ്ഞു. അത് കഴിഞ്ഞ് സറാംപൂരിൽ പോയി BD കഴിഞ്ഞു വന്നപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. പിന്നെ ഞാൻ 1 വർഷം ഈശ്വരത്തിലൂടെ വർക്ക് ചെയ്തു. അതിനുശേഷം ക്യാമ്പസ് സൊസൈറ്റിയിൽ പോയി. ബട്ട് ഫൈനലി ഐ ഫൗണ്ട് ഈ ഓർഗനൈസേഷൻസോ ഒന്നും ഒരു മിനിസ്ട്രിയിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതല്ല. സോ ഐ അപ്രോച്ച് നമ്മുടെ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, ക്രിസ്തോസൻ തിരുമേനി, ആൻഡ് ഹി ഗേവ് മീ അവിടെ നമ്മുടെ അഞ്ചലെ സ്റ്റുഡൻസ് ചാപ്ലിനായിട്ടും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് അവസരം തന്നു. അതിനുശേഷം എന്നെ ഇത് ഏറ്റവും സാധ്യതമാക്കിയത് നമ്മുടെ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്തയാണ്. പുള്ളിയുടെ സെൽഫ് ഇൻട്രസ്റ്റിൽ പുള്ളിയുടെ കുറ്റപ്പെടുക നമ്മുടെ മാർത്തോമാ റെസിഡൻസ് സ്കൂളിൻ്റെ വാർഡൻ ചാപ്ലിനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. 8 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഓർഡിനേഷന് വേണ്ടിയിട്ട്. അങ്ങനെ
അച്ഛന് ഈശോമാർദ്ദീമത്യ സിനിമയുടെ കുന്നംകുളം ഭദ്രാസനം ഈശോമാർദ്ദീമത്യ നമ്മൾ അനുസ്മരിക്കുന്ന സമയത്ത് എനിക്കൊക്കെ സെമിനാരിൽ പോകുന്ന സമയത്താണ് തിയോളജി സമയത്താണ് തിരുമേനിയെ കൂടുതൽ അടുത്തറിയാനായിട്ട് കഴിയുന്നത്. ലളിതസുന്ദരമായ ഒരു ജീവിതമാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ കേട്ടിട്ടുണ്ട്. അച്ഛൻ അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപഠിച്ച ഞാൻ അദ്ദേഹത്തിൽ നിന്നും കണ്ടുപിടിച്ച ഏറ്റവും വലിയ കാര്യം ഹ്യൂമിലിറ്റി ആൻഡ് കെയർ. ഞങ്ങൾ മാസത്തിലൊരിക്കലോ ഒക്കെ തിരുമേനിയായിട്ട് കൂടുമായിരുന്നു. തിരുമേനി ഉണ്ടെങ്കിൽ ഈ വീക്കെൻഡിൽ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ശനിയാഴ്ച അവിടെ കൂടും. ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ ചെല്ലും. എല്ലാവരും ഇരിക്കുന്നതിനൊപ്പം തിരുമേനി തറയിലിരിക്കും പ്രാർത്ഥിക്കാൻ. എല്ലാവരോടും പോർഷൻ വായിക്കാം, ബൈബിൾ പോർഷൻ വായിക്കാൻ പറയും. ബൈബിൾ പോർഷൻ വായിച്ചതിന് ശേഷം എല്ലാവരും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായെന്ന് പറയണം. ഈവൻ ആ തിരുമേനിയുടെ വിശ്വത്തിനോട് പോലും പറയും ഇത് വായിക്കാൻ പറയും. അങ്ങനെ എല്ലാവരും എന്നിട്ട് തിരുമേനി കസേരയിൽ നിന്ന് ഇറങ്ങി താഴെ ഇരുന്ന് മുട്ടുമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ എന്ത് കഴിക്കാനാണെങ്കിലും അവിടെ ആരൊക്കെയുണ്ടോ അവരെല്ലാം തിരുമേനോട് ഇരുന്ന് ശേഷമേ തിരുമേനി പ്രാർത്ഥിച്ചു തുടങ്ങത്തുള്ളൂ. അത്രമാത്രം തമ്പിളും നമ്മളോട് നമ്മുടെ വേലയോട് എനിക്ക് എല്ലാ മാസവും ഒരു പുസ്തകം തരുമായിരുന്നു. വായിച്ചിട്ട് അതിൻ്റെ ഒരു കാര്യം സമ്മറി ഞാൻ പറയണം. അങ്ങനെയായിരുന്നു. വെരി സിമ്പിൾ ആയിരുന്നു. പ്രാർത്ഥനാ ജീവിതം വെരി സിമ്പിൾ. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതായത് പുള്ളി കൂടുതലും സമയം വെരി സിമ്പിൾ ഫുഡ് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. ഉപവാസവും പ്രാർത്ഥനയും പുള്ളിയുടെ ലൈഫ്. കാരണം ഒരാശ്രമവാസി എന്നുള്ള നിലയിൽ പുള്ളി അത് തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. റോയൽ ലൈഫ് ആണെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം അതെല്ലാം മനസ്സിലാക്കിയല്ലോ. അച്ഛൻ പറഞ്ഞില്ല സ്നേഹം, അത് കൺസേൺ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അത് എക്സ്പ്രസ് ചെയ്യുമായിരുന്നു. അത് നമ്മളെ വിളിക്കും. പേര് എന്ന് പറഞ്ഞ പേര് സണ്ണി വന്നിരിക്കും, നമുക്ക് കഴിക്കാം, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഓക്കെ. ഞാൻ അദ്ദേഹത്തെ പ്രീതിയോളജി സമയത്ത് ഞങ്ങളുടെ കൊമ്പാടി വന്ന് അവിടുത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ അവിടെ വന്നിരിക്കും. ഒരിക്കൽ കടല തിന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തൊലി കളഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് കളയരുത്, പ്രോട്ടീൻ ആണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മളിപ്പോൾ ഓർക്കാറുണ്ട്. സീഹോറായി ഞാൻ പോയിട്ടുള്ള പ്രാക്ടിക്കൽ വർക്കിൻ്റെ സമയത്ത് അദ്ദേഹത്തെ അനുസ്മരിക്കാറുണ്ട്. മിനിസ്ട്രിയിൽ അച്ഛൻ വന്ന സമയത്ത് സ്കൂളിൻ്റെ ഒക്കെ വാർഡനായിട്ടിരുന്നു. അതുപോലെ തന്നെ ഗ്രാമജ്യോതി സ്കൂളിൻ്റെ ചുമതലയൊക്കെ കിട്ടിയായിരുന്നു. ജബൽപൂരിലൊക്കെ കിട്ടിയായിരുന്നു. ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റുഡൻസുമായിട്ടുള്ള ബന്ധത്തിൽ? ഞാൻ ഇവിടെ സ്കൂളിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ നമ്മുടെ കൊച്ചുപുഴ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെയാണ് വാർഡൻ ചാപ്ലിനായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത മിനിസ്ട്രിയാണ്. കാരണം എനിക്ക് ആഴ്ച സ്ക്രിപ്ചർ ക്ലാസ് ഉണ്ട്, ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് പോകും. പിന്നെ സ്കൂളിൽ പിള്ളേരുമായിട്ട് അവരുടെ വൈകിട്ടത്തെ പ്രാർത്ഥന, മോർണിംഗ് ഡിവോഷൻ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അത് പിള്ളേരെ കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് പിന്നെ ഗ്രാമജ്യോതി സ്കൂളിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി യാത്ര ചെയ്യണമായിരുന്നു. ഓരോ സ്ഥലത്തും പോയി അവരുടെ സ്കൂളുകൾ നോക്കി അവരുടെ പിന്നെ അതിൻ്റെ ഫോർമേഷനും അവർക്ക് കൊടുക്കാനുള്ള ഫണ്ട് വരെ നമ്മൾ റേസ് ചെയ്യണമായിരുന്നു. അന്നത്തെ കാലത്ത് ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ വരിക എന്ന് പറയുന്നത് എല്ലാവരും നിരുത്സാഹപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഈവൻ മറ്റു ജോലി പോലെയല്ല, സാമ്പത്തിക ക്ലേശം ഉണ്ടാവുമായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചമ്മമാരെ ജോലിക്ക് വിടാത്ത ഒരു ഐഡിയോളജി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജോലിക്ക് വിടുക, ചിലർ ജോലിക്ക് വിടും, നമ്മൾ ചിലപ്പം ഒരു ഐഡിയോളജിയായി സ്വീകരിച്ച് ഈ ജോലി വേണ്ടെന്നൊക്കെ വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഫേസ് ചെയ്തത്? ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം എങ്ങനെയായിരുന്നു? എങ്ങനെ അനുഭവങ്ങളെന്ന് പറയാൻ പറ്റും? എപ്പോഴും നമ്മൾ സാമ്പത്തികമായി സ്റ്റേബിൾ ആണെന്നൊക്കെ പറയാനൊക്കത്തില്ല. അറിയാം. അപ്പോൾ വി ആർ പ്യൂർലി ഡിപ്പെൻഡിങ് അപ്പോൺ ഫെയ്ത്ത്, ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ പഠിച്ചത് ആദ്യം പഠിച്ചത് ഇന്റർഡിനോമിനേഷണൽ കോളേജ്. അവിടെ ഞങ്ങൾക്ക് ഈ സഭാവ്യത്യാസമില്ലാതെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നും ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം, വിശ്വാസത്തിൽ വളരുകയും വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്ക് ഏതിനെയും തരണം ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു വലിയ കാര്യം അവരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ആ കൂട്ടായ്മയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതിപ്പോഴും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ അലുമിനി അസോസിയേഷൻ്റെ മീറ്റിംഗ് ഞങ്ങളെല്ലാം 3-4 മാസം കൊണ്ടേക്കും നടത്താറുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ആ എക്സ്പീരിയൻസിനെ ഓർക്കാനും അതിനെ ഒക്കെ പുതുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അച്ഛൻ വളർന്നു വന്ന ചേന്നങ്കേരി, അവിടെ വെള്ളപ്പൊക്കത്തിന്റെ ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പേരൻസ്, അവരുടെ സ്വാധീനം എങ്ങനെയായിരുന്നു? പേരൻസിന്റെ എൻ്റെ മദർ എനിക്ക്
16 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. എൻ്റെ മദറിൻ്റെ അവസാന വാക്കും ഇതായിരുന്നു. മദർ വാസ് എ ക്യാൻസർ പേഷ്യൻറ്റ്. മരിക്കാൻ കിടക്കുമ്പോഴും പറഞ്ഞത്, എന്നെ ഓർപ്പിച്ചത്, നിന്നെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, നീ അതിനെ പോകാവൂ എന്നുള്ള മദറിൻ്റെ ഒരു വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിക്കാൻ പോയപ്പോഴും എനിക്ക് അച്ഛനാകുക എന്നുള്ളതിൻ്റെ താല്പര്യം അങ്ങനല്ലായിരുന്നു, സുവിശേഷ വേല ചെയ്യുക എന്നുള്ളത്. ബട്ട് ഇങ്ങനെ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇങ്ങനെ വന്നു. ഫാദർ മരിച്ചിട്ടൊരു 10 വർഷമായപ്പോൾ ഫാദർ ദേ വർ വെരി സപ്പോർട്ടീവ്. അതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ഫാദർ ആൻഡ് മൈ എൽഡർ ബ്രദർ, ഹി ഈസ് ദ വൺ ഹൂ സപ്പോർട്ടഡ് മീ ഇൻ ഓൾ മൈ സ്റ്റഡീസ്. എൻ്റെ ഫാദർ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, കൃഷിക്കാരനായിരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ നടത്തുള്ളതുകൊണ്ട്. നമുക്കെല്ലാം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, കൃഷി, കച്ചവടം, ഇങ്ങനെയുള്ളൊരു പ്രദേശത്തായിരുന്നു നമ്മളൊക്കെ ജീവിച്ചത്. അപ്പോൾ അവരുടെ ഫെയ്ത്ത് ഭയങ്കരമല്ലായിരുന്നോ? കൃഷി ഇറക്കണേ പോലും ദൈവത്തെ വിളിച്ചും പ്രകൃതി അനുകൂലമാക്കണമെന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ള അച്ഛന്? അതെ, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചത്, എൻ്റെ പേരൻസിൽ നിന്ന് പഠിച്ച ഒരു കാര്യം, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈവനിങ് വി സിറ്റ് ടുഗദർ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയുമായിരുന്നു. അതായിരുന്നു വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും വലിയ വസ്തുത. പേരൻസിന്റെ വിശ്വാസം, പ്രാർത്ഥന. അപ്പൊ അത് നമുക്കൊരു ബലമായിരുന്നു. കാരണം വൈതരണികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയിലൂടെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് നമ്മുടെ തലമുറകൾക്ക് ഇല്ലാത്ത ഒന്നും അത് തന്നെ. ചോദിക്കാൻ വന്ന ഇന്ന് നമ്മുടെ തലമുറകൾക്ക് ഇല്ലാത്ത ഒരു കാര്യവും അത് തന്നെയാണ്. നമ്മുടെ പിള്ളേരോട് തന്നെ ചോദിച്ചപ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ബെഡേ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ബട്ട് അതല്ല, ഇല്ല അതിനെപ്പറ്റി കാരണം ഇന്നത്തെ കാലത്ത് നമ്മളന്ന് ജീവിച്ചത് വളരെ ചെറിയ എമൗണ്ടാണ്. ബട്ട് ഇപ്പോൾ അവർക്ക് നല്ല ലംസം എമൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധറേഷൻ ഇല്ല. പക്ഷെ നമ്മളിതെല്ലാം കടന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടൊരു ആർജവം ഉണ്ടായിരുന്നു, നമുക്ക് പിടിച്ചു നിൽക്കാനൊരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പിള്ളേർ ചെറിയ പ്രശ്നം വന്നാലും അവർ വലിയ ബുദ്ധിമുട്ട്, അവരതിനെ ഡിസ്റ്റർബ്ഡ് ആവുന്നത്. ചിലതൊക്കെ ആത്മഹത്യയിൽ വന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാൽ ആത്മഹത്യയിലേക്ക് വരുന്നു. എന്താ വെയിലത്ത് കുരുത്തത് എത്തിയത്ത് വാളത്തിൽ എന്ന് പറയുന്ന. പിന്നെ അവർക്ക് ഈ പേരൻസിൻ്റെ പെയിനിനെ പറ്റി അവർക്ക് ഇപ്പോഴും യാതൊരു ബോധവും ഇല്ല. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ പഠിപ്പിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരോടുള്ള നമ്മുടെ എന്നുമുള്ള ആ സ്നേഹം, അന്നുണ്ടായിരുന്ന സ്നേഹം, ലോയൽ, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രശ്നം. ഇത് തന്നെയാണ്. അച്ഛൻ എന്താണ് അവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്? എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത്, ഒരിക്കലും മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ ഒരുങ്ങരുത്. അവരൊരു ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിലെന്നും അടിയുറച്ച് നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ തലമുറയ്ക്ക് അതില്ല. അതിലാണ്. പക്ഷെ അത് വിദ്യാഭ്യാസം കൂടുന്നതുകൊണ്ടാണോ, സൗകര്യങ്ങൾ കൂടുന്നത്? അച്ഛൻ പറഞ്ഞ പോലെ വെൽത്തിയാണ്, അതുപോലെ തന്നെ പണം ഇഷ്ടംപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ കൃഷിയിൽ നിന്ന് വരണം, കഷ്ടപ്പെട്ട് വരണമായിരുന്നു. അതുകൊണ്ടാണ് പണത്തിൻ്റെ അമിത ഒരു വിനിമയം ഒക്കെ ഉള്ളതുകൊണ്ടാണോ, സാമ്പത്തിക നേട്ടമുള്ളതുകൊണ്ടാണോ കിട്ടുന്നത്? അത് എൻ്റെ ഒരു ചിന്ത. അവരിന്ന് ഇടപെടുന്ന ലോകം വേറെയാണ്. നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം മോഡേൺ മാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ അവരുടെ കോണ്ടാക്ട്സ് വൈഡറാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ സ്റ്റാൻഡേർഡിലേക്ക് ഉയരാൻ അവർ ശ്രമിക്കുമ്പോൾ അവർ പലതിനെയും മറക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്, അവനെ ഏത് തരത്തിലുള്ള നമുക്കറിയത്തില്ല, ഗ്രാമത്തിൽ തന്നെ ഉള്ള ആര്, പക്ഷെ അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് ഉയരാനൊരു ശ്രമം നടത്തുമ്പോൾ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും മറന്നുപോകും. മറന്നുപോകും. അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ വിദേശത്ത് കുവൈറ്റിലിരുന്നാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ പോലെ പ്രവാസി ലോകത്തിന്റെ നേർക്കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഫിലിമൊക്കെ കാണുന്ന സമയത്ത്, ആടുജീവിതമൊക്കെ കാണുമ്പോൾ ലോകത്തിലുള്ള എല്ലാ പ്രവാസികളുടെയും ഒരു പ്രതിനിധിയായിട്ടാണ് കാണുന്നത്. അച്ഛന് അവിടെ പണക്കാരുണ്ടായിരുന്നു, കഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ ആളുകളെയൊക്കെ കാണാനും അവരുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാനും? ഞാൻ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ ക്യാമ്പുകളിൽ പോകാൻ. അവരുടെ ക്യാമ്പുകളിൽ ഇപ്പോൾ ഒറ്റ മുറിയിൽ ഈ 3 ടയർ ബെഡിൽ കിടക്കുന്നവരും 4 ടയർ ബെഡിൽ കിടക്കുന്നവരും, അവരുടെയൊക്കെ അവർ വെളിയിൽ കാണുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ നമ്മളോടൊക്കെ ഇടപെടുമ്പോൾ ആ സമയത്ത് അവരെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അവരെ ആരാധനയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു 10-20 കിലോമീറ്റർ ദൂരെ താമസിക്കുന്നവരെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വാഹനം ക്രമീകരിച്ച് കൊടുക്കുമായിരുന്നു. അവരുടെ അപ്പ് ആൻഡ് ഡൗൺ വാഹനം ക്രമീകരിച്ച് അവർ ആരാധനയ്ക്ക് കൊണ്ടുവന്ന് മടക്കി അടയ്ക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ അവരുടെ ജീവിതം അതിന് ഈ ഫുൾ സപ്പോർട്ട്, ഈ സാമ്പത്തികമായി ഭദ്രതയുള്ള ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ സഹായിക്കാനും എപ്പോഴും സന്നദ്ധരായിരുന്നു കുവൈറ്റ്. ഇപ്പോഴും ഞാൻ സെൻറ് തോമസ് ഇടവയുടെ ഫസ്റ്റ് വികാറാണ്. കുവൈറ്റ് സെൻറ് തോമസിൻ്റെ കുവൈറ്റിലെ വലിയ പാരീഷ് ആദ്യമായി ഡിവൈഡ് ചെയ്തു പോയത് സെൻറ് തോമസ് പാരീഷാണ്. അതിൻ്റെ ഫസ്റ്റ് വികാറാണ് ഞാൻ. അപ്പോൾ എനിക്ക് അവിടെ ആ ഫോർമേഷൻ്റെ സമയത്ത് ഒത്തിരി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ 40 ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷേ വെൻ ഐ ലെഫ്റ്റ് കുവൈറ്റ് അവിടെ 368 ഫാമിലി പാരീഷിനുണ്ടായിരുന്നു. സോ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എങ്ങും പോകാതെ നിൽക്കുന്നവരുണ്ടായിരുന്നു നമ്മുടെ മാർത്തോമാക്കാർ. ആൾക്കാർക്കറിയാം, അവരുടെ വീടുകളിൽ പോയി അവരെ കോണ്ടാക്ട് ചെയ്ത് അവരെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാൻ, അവരെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുകൊണ്ട് ആ പാരീഷ് ഏറ്റവും നല്ല പാരീഷായിട്ട് അതിനെ നമ്മളെ സഹായിച്ച അവിടുത്തെ നമുക്കറിയാം, ഇവിടെ അടുത്ത സമയത്ത് കഴിഞ്ഞ 2 വർഷം വരെ ലാലു തോമസ്, പിന്നെ നമ്മുടെ CM ഫിലിപ്പ്, ഇവരൊക്കെ അതിനൊക്കെ വളരെ പിന്നൊരു വർഗീസ് മാത്യു, ഇവരൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ അന്നത്തെ ഓഫീസ് ബെയറേഴ്സ് പിന്നെ ജോൺ മാത്യു, ഇങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും പേര് പറയാനായിട്ട് പ്രയാസമാണ്. അവർ അന്ന് ഓഫീസ് ബെയറേഴ്സായിരുന്നു. അവർ എപ്പോഴും സപ്പോർട്ടീവായിരുന്നു. ഇങ്ങനെ ഇവരെ കൊണ്ടുവരാനും ഇങ്ങനെ ഇവരെ സഹായിക്കാനും ഒക്കെ ഒത്തിരി സപ്പോർട്ടീവായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഈ ഒരു പുരോഹിതനായിരുന്നപ്പോൾ ഒരുപാട് സന്തോഷം പാരീഷ് ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വിശേഷിപ്പിക്കുന്ന അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. രോഗം വന്നിട്ടുണ്ടാവാം. രോഗം അത് നമ്മുടെ വ്യക്തിപക്ഷം. ഫാമിലി ലൈഫ് എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ എൻ്റെ മോഡേൺ ജീവിതത്തെക്കുറിച്ചൊക്കെ എനിക്ക് വലിയ പ്രതീക്ഷകളോടൊക്കെ ചെയ്തൊക്കെ പോയപ്പോൾ ഒത്തിരി പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. സ്റ്റിൽ വി ആർ അതിൻ്റേതായ ഒരു സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അസുഖം വന്ന സമയത്ത്, അസുഖം വന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അസുഖം വന്നിട്ടുള്ള സമയം, അതിൽ നിന്നൊക്കെ ഇപ്പം നല്ലതായിട്ട് റിക്കവർ ചെയ്തു, ദീർഘയാത്ര ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ആ രോഗം വരുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചോദ്യം വന്നിട്ടില്ലേ, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം? അങ്ങനെ ഒരു ചോദ്യം എനിക്ക് വന്നില്ല. കാരണം എൻ്റെ ഈ രോഗത്തിൻ്റെ കാരണം തന്നെ ഞാൻ ഗുജറാത്ത് നമ്മുടെ എർത്ത്ക്വേക്കിൻ്റെ സമയത്ത് ഗുജറാത്തിലുണ്ട്. അന്ന് അഹമ്മദാബാദിലെ വികാരിയാണ് ഞാൻ. അപ്പോൾ എർത്ത്ക്വേക്ക് ഗുജറാത്തിൽ ഭുജിലെ സരസ്പൂർ എന്ന് പറയുന്നത് റിലീഫ് വർക്കിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു ഞാൻ. നമ്മുടെ സ്കറിയ ജോണച്ചനുണ്ട് ഇപ്പോൾ പുന്തല ഇരിക്കുന്ന അച്ഛൻ. ഞങ്ങൾ രണ്ടും കൂടാണ് അത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എവരി 2 weeks, once in 2 weeks ഞാൻ അവിടെ പോയായിരുന്നു. 2 ദിവസം അവിടെ താമസിക്കും. ആ യാത്രയും വെള്ളം കുടിക്കാതിരിക്കാനുള്ള പ്രശ്നം, കുടിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളൊക്കെയാണ് സ്റ്റോൺ ഉണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അങ്ങോട്ട് ഫുഡിൻ്റെ ഇതിൽ വന്നപ്പോഴത്തേക്ക് ലിവറിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ കടന്ന് പക്ഷേ 2019 ഇതെല്ലാം ഡിറ്റക്റ്റ് ചെയ്ത ട്രീറ്റ്മെൻറ്റ്. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു 30% കരൾ പോയി കഴിഞ്ഞിരുന്നു. പിന്നെ അത് റിക്കവർ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് അന്ന് നമ്മുടെ മെത്രാപ്പൊലീത്ത എനിക്ക് ഉപകാരം ചെയ്തു. ഞാൻ ആശുപത്രി കിടക്കുമ്പോഴും തിരുമേനി ഒരു അച്ഛൻ ലീവ് എടുക്കണ്ട, അച്ഛൻ ആരെയെങ്കിലും അവിടെ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ അവിടെ തന്നെ ഇരിക്കുമ്പോഴാണോ? അല്ല, ഞാനന്ന് ഇവിടെ മുണ്ടത്താനോ അപ്പോഴാണ് കങ്ങഴ. അപ്പോൾ തിരുമേനി അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് അതിലൊരു പ്രതിസന്ധി ഉണ്ടായില്ല. പക്ഷേ അന്ന് എൻ്റെ ഇടവക്കാരെനിക്ക് വലിയ സപ്പോർട്ടീവായിരുന്നു. അവർ ഈവൻ ഫൈനാൻഷ്യലി അവർ സ്ട്രഗിൾ ചെയ്യുമ്പോഴും അവർ സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് രോഗം വന്നതെന്നുള്ള ചോദ്യം നമുക്കറിയാം. ശരീരത്തിൽ രോഗമുണ്ടാകും, അത് മനുഷ്യൻ്റെ പക്ഷേ എൻ്റെ വൈഫ് ഷി വാസ് വെരി സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും നമ്മൾ റിക്കവർ ചെയ്യുന്നു. നമ്മൾ അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ എല്ലാവരും ഒത്തിരി പേര് എനിക്ക് വേണ്ടി, കാരണം എൻ്റെ പാരീഷ് മെമ്പേഴ്സ് ഇത് അറിഞ്ഞവരെല്ലാവരും കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയാണ് എന്നെ നിലനിർത്തിയത്. ഓക്കെ, ഈ ഞാൻ മുമ്പ് ചോദിച്ച പോലെ എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ നമുക്ക് ഇടയാക്കിയിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ ദാനമായിട്ട് കാണുകയുള്ളൂ. പലപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്നത് ജീവിതഗന്ധി ആവണം. രോഗസൗഖ്യത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് ദൈവം ഒരു അനുഭവം തരുവാണ്. അതുകൊണ്ടാണ് പ്രതിസന്ധി എന്ന് പറയാതെ നമ്മൾ പ്രതികരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ ഈ സമയത്തൊക്കെ പ്രാർത്ഥനയുടെ ബലമുണ്ടെന്ന് പറഞ്ഞു. പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം സമൂഹത്തോട് അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ കാണുന്ന ആളുകളോട് പറയാനുള്ള ഒരു സാക്ഷ്യം എന്താണ്? പ്രാർത്ഥനയെപ്പറ്റി, പ്രാർത്ഥന സൗഖ്യം തരുന്നു എന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടോ? പ്രാർത്ഥന സൗഖ്യം തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോഴും ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പകൽക്കാലം സമയം കിട്ടുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. മെയിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മളിപ്പോൾ ഒത്തിരി പ്രയർ റിക്വസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് രോഗികളെക്കുറിച്ച്, സാമ്പത്തിക. സോ അതിനാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ
പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും എന്നുള്ളതിന് ഒരു പക്ഷെ ദൈവം ഹിതം അതിനോടൊപ്പം ഞങ്ങൾ പറയുകയും ചെയ്യും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവഹിതം ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പോൾ ദൈവഹിതം സൗഖ്യമാണെങ്കിൽ അത് ദൈവം നൽകി കൊടുക്കും. പക്ഷെ പ്രാർത്ഥിക്കുവാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് ഒരാളൊരു പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം പറയുമ്പോൾ ആ വലിയൊരു ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ അവർക്ക് വേണ്ടി നിവർത്തിക്കാനായിട്ട് സാധിക്കണം. പ്രാർത്ഥിച്ചാൽ സൗഖ്യം നമുക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പുണ്ട്. പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ ദൈവം നമ്മോട് ഇടപെടുന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. പറഞ്ഞ പോലെ എൻ്റെ കൃപ നിനക്ക് മതി. അത് അങ്ങനെ ഒരു ഫെയ്ത്തിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്. അച്ഛൻ താമസിച്ച സ്ഥലം ചേന്നങ്കേരി പ്രദേശം ഗ്രാമീണ അന്തരീക്ഷമാണ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട്, കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ അതിനോടൊക്കെ പൊരുത്തപ്പെട്ടു, നീന്തറിയാം, വള്ളത്തിൽ യാത്ര ചെയ്യാം, കുടുംബങ്ങൾക്കെല്ലാം വെള്ളം ഉണ്ടാവും. അപ്പം അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിച്ചത്? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ വെള്ളപ്പൊക്കമൊന്നും അവിടുത്തെ പ്രശ്നമേ സന്തോഷത്തിന് നിമിഷം ഇല്ല. കാരണം അതിങ്ങനെ വരും, അതൊരു പ്രകൃതിയുടെ ഒരു പ്രോസസ്സാണ്. മഴ പെയ്തു കണ്ടെത്തി വെള്ളം കയറി, ഞങ്ങളുടെ പാടത്ത് വെള്ളം കയറുന്ന സമയത്താണത് കവിഞ്ഞൊഴിപ്പം. ഇരിപ്പൂനിലങ്ങളായി 2 കൃഷി വന്നപ്പോഴാണ് ഇപ്പോൾ കുറേ കൂടെ ടെൻഷനുണ്ട്. ഇത് മട വീഴുവോ പോകുമോ മറ്റേ വെള്ളം കയറിപ്പോവും, അതങ്ങ് പോകും. ആ വിഷയമേ അല്ലായിരുന്നു. അത് വെള്ളം വരിക പോകുക എന്നുള്ള. പിന്നെ അതുപോലെയാണ് നമ്മുടെ വീടുകളുമൊക്കെ. വീടുകളിൽ വെള്ളം കയറിയെങ്കിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നാൽ അങ്ങനെ എല്ലാവരും വീട് പൊക്കി വെക്കുന്നത് കൊണ്ട് ഈ വെള്ളം പേടിച്ച് അല്പമെങ്കിലും ഉയർത്തിയ വീടുകളുടെ അടിത്തറ ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ, വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നമുക്കൊരു ടെൻഷനേ ഇല്ലായിരുന്നു. അച്ഛാ, ആ ഗ്രാമത്തിൽ ഒരുപാട് ആളുകൾ താമസിച്ചതാണ്, ഹൈന്ദവർ അതുപോലുള്ള ക്രൈസ്തവരെല്ലാം. മതമൈത്രി അല്ലെങ്കിൽ മതസൗഹാർദ്ദമൊക്കെ ഉള്ളൊരു പ്രദേശമില്ലേ അത്? അതെ, ഇപ്പോഴും അങ്ങനെ തന്നെ. അത് തന്നെ. എന്താവശ്യം ഞങ്ങളുണ്ടെങ്കിലും അവരുടെ ജാതി മതഭേദം എന്നെ വന്ന് സഹായിക്കുന്നവരാണ്. പള്ളിയിലെ കാര്യങ്ങളാണ്. അതുപോലെ മരണം ഉണ്ടായാലും എല്ലാം സഹായിക്കും. ഞാനത് ചോദിക്കാൻ കാര്യം, ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വിദ്വേഷങ്ങൾ വളർത്തിവിടുന്നുണ്ട്. അപ്പം അതിനോട് ബന്ധപ്പെടുത്തി നോക്കുകയാണ് അച്ഛൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും, ദർശനം എന്താണ്? ഇപ്പോൾ സമൂഹത്തിൽ നമുക്കറിയാം, വെറുതെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണെങ്കിലും ചില മതവൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കി സൗഹാർദ്ദം തകർക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടത്? വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് അവർക്കിത് മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോകുന്നവർ മാത്രമേ വിദ്വേഷത്തിന് കീഴ്പ്പെടുത്തുള്ളൂ. എന്നാൽ ഒരു വിഭാഗം ജനങ്ങൾക്കിതൊരു വിഷയമേ അല്ല. കാരണം നമ്മുടെ ഭവനങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവരുണ്ട്. ഏത് മതത്തിൽപ്പെട്ടവരാണ്. ഞങ്ങളുടെ ചുറ്റുപാടും കൂടുതൽ ഹിന്ദുക്കളാണ്. അവരെയൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ അതുപോലെ ഉൾക്കൊണ്ട് സ്വീകരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും. ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ വൈകുന്നേരം ഇവരെല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വരും. അവരാന്തായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ സംസാരിക്കുകയും ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു എൻ്റെ വല്യപ്പച്ചനുള്ളപ്പോൾ തൊട്ട്. ഈ ഒരു കാലം വരെ ഞങ്ങളൊക്കെ പോകുന്നിടം വരെ അത് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു. അയൽവക്കത്തുകാരെ എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ബ്രദർ അവൻ ആ ഒരു ടൈപ്പാണ്. എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരോടും ഇടപെടുന്ന ഒരാളാണ്. ആർക്കും എപ്പോഴും വീട്ടിൽ വരാം. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ വിദ്വേഷങ്ങൾ എന്ന് പറയുന്നത് അത് വ്യക്തിപരമാണ്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചിലരൊക്കെ ചെയ്യുന്ന, ഞാനിപ്പോഴും അങ്ങനെ പറയുന്നത്, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചിലരൊക്കെ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണത്തുള്ളൂ. കാരണം ഞാനൊരു അത് ഇവിടെ പറയാൻ പ്രയാസമുണ്ട്. ഞാനൊരു ഐ വിറ്റ്നസ്സാണ്. കാരണം നമ്മുടെ ഗുജറാത്തിലെ റയറ്റ്, ഞാനന്ന് അവിടെ ഉള്ള സമയത്താണ്. അന്ന് ഗാന്ധിനഗറിലും അഹമ്മദാബാദിലും ഒക്കെ നടന്ന സംഭവങ്ങൾ അതിൻ്റെ ഒരു ഐ വിറ്റ്നസ്സാണ്. അതൊക്കെ തികച്ചും ആസൂത്രിതമായ പരിപാടികളായിരുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ ഇന്നും പ്രതീക്ഷിക്കുന്നത്, നമ്മൾ വെച്ച് പുലർത്തുന്നത്. മറ്റുള്ള ആളുകളെ കരുതുക, മറ്റുള്ള ആളുകളെ സ്നേഹിക്കുക. അച്ഛൻ വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു. ഈ സൺഡേ സ്കൂള് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അധ്യാപകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അച്ഛനെ അങ്ങനെ ഓർമ്മയിലുണ്ടോ? ഉണ്ട്. അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജോയ് സാറെന്നാണ് വിളിക്കുന്നത്. എബ്രഹാം ഫിലിപ്പ് എന്ന അവളുടെ പേര്. പുള്ളിയാണ് ഞങ്ങൾ ഇപ്പോഴും കാണുമ്പോൾ അധ്യാപകൻ ശിഷ്യനെന്നുള്ള രീതി കെട്ടിപ്പിടിക്കും, വഴക്കുണ്ടാക്കും എന്നുള്ള രീതിയിലാണ്. അന്ന് അവർ നമ്മളെ അദ്ദേഹമാണ് എന്നെ ജ്യേഷ്ഠോപത്ത് പഠിപ്പിച്ച കാര്യങ്ങളും എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ടതും പഠിച്ചുകൊണ്ട് വരാത്തതുമായ സമയത്ത് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ എന്നുള്ള നിലയിലും പുള്ളി നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തി ശിക്ഷിക്കുന്ന ഒരു മനസ്സിൽ വരെ ഉണ്ടായിരുന്നത്. പക്ഷേ പുള്ളി വളരെ ലവിങ് ആയിരുന്നു. എൻ്റെ ഈ ഉയർച്ചയിലൊക്കെ അല്ലെങ്കിൽ ഞാനിങ്ങനെ ആകുന്നതിന് വളരെ ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന
പഠിപ്പിക്കൽ എല്ലാം നമുക്ക് പ്രയോജനമായിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ഒത്തിരി ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സ്നേഹം കരുതൽ കിട്ടുന്നുണ്ടോ, അതോ കുട്ടികളെ നമുക്കിങ്ങനെ കയ്യിൽ കിട്ടുന്നുണ്ടോ? കിട്ടാത്തതിൻ്റെ കാരണം എന്താണ്? എനിക്ക് അതിപ്പം നമ്മുടെ ഈ സൺഡേ സ്കൂൾ സിസ്റ്റം തന്നെ പഴയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിപ്പോയി. അക്കാഡമിക്കായി എന്നുള്ളത് തന്നെയല്ല, അന്ന് ഞാൻ പഠിച്ച കാലത്തുള്ള സൺഡേ സ്കൂളിൻ്റെ സിലബസും ഇന്നത്തെ സിലബസും കൂടെ നോക്കുമ്പോൾ അത് നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്ന് വേദപുസ്തകാധിഷ്ഠിതമായും മിഷണറി ലൈഫ് അധിഷ്ഠിതമായും പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് മിഷണറി ലൈഫ് കംപ്ലീറ്റ് അങ്ങ് മാറി, അക്കാഡമിക്കായിട്ട് കൂടുതലായിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ ഞാൻ VBSലൂടെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളാണ്. ഇന്ന് VBS എന്ന് പറയുന്നത് ആ ഒരു ഫോക്കസിങ് നഷ്ടപ്പെട്ടു. കറക്റ്റ്. യേശുക്രിസ്തു പണ്ട് നമ്മൾ സമർപ്പണ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആളാം പ്രതി ഫോം കൊടുത്ത് ചെയ്യുന്ന ആ ഒരു ഫോക്കസിങ് ഇന്ന് നഷ്ടപ്പെട്ടിട്ട് ഇതൊരു അടിപൊളി പരിപാടി എന്നുള്ള ഒരു സ്ഥിതി വന്നോന്ന് എനിക്ക് സംശയമുണ്ട്. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അച്ഛാ, അന്നത്തെ കാലത്തെ VBSനകത്ത്, പഴയ കാലത്ത് ഇപ്പം ഞാൻ പോലും VBSൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. നമ്മളെ ഒരു കലാകാരനാക്കാൻ VBSന് കഴിഞ്ഞു, വാക്യം പഠിക്കാൻ VBSന് കഴിഞ്ഞു, പാട്ട് പഠിക്കാൻ കഴിഞ്ഞു. അതിലുപരിയായിട്ട് ക്രിസ്തുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ VBSന് കഴിഞ്ഞു. ഇത് ഇന്നത്തെ ഒരു ഒബ്സർവേഷൻ ആണെന്ന് തോന്നുന്നു അച്ഛൻ്റെ. എനിക്കും എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഇതൊരു സെലിബ്രേഷനായിട്ട് മാറുന്നുണ്ടോ? ക്രൈസ്റ്റ് ഇമ്പോർട്ടൻസ് ഉണ്ടോ? കാരുണ്യം അതിന് കൊടുക്കാൻ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇതൊരു വലിയൊരു പ്രോഗ്രാമായിട്ട് മാറുന്നില്ലേ? തീമാറ്റിക് പ്രസന്റേഷൻ തന്നെ നോക്കിയാൽ സിനിമാറ്റിക് അത് ഇന്ന് ഈ മീഡിയാസിൽ ആരെന്ത് ചെയ്താലും അത് നമുക്കിപ്പോൾ ഇതിനകത്ത് കാണാം. അതൊരു സെലിബ്രേഷൻ. മറ്റെന്താ വെച്ചാൽ നമ്മൾ തിയോളജിക്ക് പഠിക്കുമ്പോൾ അന്ന് VBS നടത്തിയിരുന്ന ആൾക്കാർ തിയോളജിക്കൽ സ്റ്റുഡൻസിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ അത് മാറിയിട്ട് ആർക്കും എപ്പോഴും ആകാം. ഈ വരുന്ന നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ആൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ മാത്രമേ, കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ മറ്റൊരാളെ ചലഞ്ച് ചെയ്യാനായിട്ടൊക്കെ തോന്നും. അല്ലാതെ എങ്ങനെ നോക്കുന്നത്? അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ വിമർശനമല്ല പറയുന്നത്. ഈ തീം പ്രസന്റേഷൻ, അതുപോലെ തന്നെയുള്ള കമ്മിറ്റ്മെന്റ് കുട്ടികളിൽ ഉണ്ടാക്കണം, കുട്ടികളെ ഈ ക്രൈസ്റ്റുമായി ബന്ധിപ്പിക്കണം, കാരുണ്യമുള്ളവരാക്കണം. ഈ 10 ദിവസം അവർക്ക് കൊടുക്കാവുന്ന കാര്യങ്ങളതാണ്. ഉപരിയായിട്ട് അടിപൊളി പരിപാടി നടത്തി പിരിയാനല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അച്ഛാ, വീട്ടില് കൊച്ചമ്മ വേറെ ആരൊക്കെ, എങ്ങനെയാ മക്കള്, അവരെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് 2 മക്കളാണ്. മൂത്തത് മോളാണ്. മോള് ഇവിടെ എറണാകുളത്ത് ഫ്രാഗമൺ എന്ന് പറയുന്നൊരു US ഇമിഗ്രേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അവളോടെ തന്നെ താമസിക്കുന്നു. മോനും ഫാമിലിയും UK സ്റ്റാഫോർഡിൽ. അവനൊരു നെറ്റ്വർക്ക് എഞ്ചിനീയറാണ്. മോള് ക്ലിനിക്കൽ സൈക്കോളജിയിൽ PhD കഴിഞ്ഞു. അവളോടെ NHS വർക്ക് ചെയ്തു. മരുമോൾ. അവർക്കൊരു കുട്ടിയുണ്ട്. കൊച്ചമ്മ തിയോളജിക്കലി ഗ്രാജുവേറ്റ്. HBയിലാണ് പഠിച്ചത്. ഞങ്ങൾ ഇപ്പോൾ കൊച്ചമ്മ വർക്ക് ചെയ്യുന്നത്, നേരത്തെ വർക്ക് ക്യാമ്പസ് സൂസൈഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊഫഷണലി ഷീസ് ലാബ് ടെക്നീഷ്യൻ. അത് വിട്ടിട്ടാണ് സുവിശേഷ വേലയ്ക്ക് വന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയും. റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ 5 വർഷമായി. ഇപ്പോൾ ഐ എം റണ്ണിങ് 70 കഴിഞ്ഞു. സപ്തതിയുടെ നിറവിലാണ്. അച്ഛാ, ഇത്രയും നേരം അച്ഛൻ്റെ ദർശനങ്ങളും അനുഭവങ്ങളും പങ്കുവെച്ചല്ലോ. പ്രേക്ഷകർക്ക് അത് അനുഗ്രഹമാവട്ടെ. അച്ഛന് ആയുരാരോഗ്യം നേരുന്നു. അച്ഛന് എല്ലാ ദൈവകൃപയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുരോഹിത ദർശനത്തിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം.